ഹായ് നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മിനിറ്റ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഫുൾ ബോഡി വർക്കൗട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ റൂമിൽ നിങ്ങൾക്ക് യാതൊരു എക്യുപ്മെൻസിൻ്റെ സഹായമില്ലാതെ ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ്. അപ്പം ഈ ഒരു വർക്കൗട്ടിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ജമ്പിങ്ങോ മറ്റുള്ള കാർഡിയോ എക്സസൈസുകളോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ലക്ഷ്യം എന്തുമാവട്ടെ, ഇപ്പം ഈവൻ ഫാറ്റ് ലോസ് ആണ്, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫിറ്റ്നസ് നിലനിർത്താനാണ് എന്ന ഒരു ലക്ഷ്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിലും നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ഫോളോ ചെയ്യാം. ഇത് നിങ്ങൾ എന്നും തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ആഴ്ചയിൽ 3-4 ദിവസം മാത്രം ചെയ്താൽ മതിയാവും. ഓക്കെ, ഇത് ഞാൻ പ്രത്യേകിച്ചും സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് വീട്ടമ്മമാർ വീട്ടിൽ വ്യായാമമൊന്നും ചെയ്യാതെ, വീട്ടിൽ വ്യായാമം ചെയ്യാൻ സാധിക്കാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വ്യായാമം ചെയ്യണം എന്നുള്ള ആഗ്രഹം കാണും, പക്ഷേ അവർക്ക് അത് പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യണം എന്ന് അറിയാൻ വയ്യാത്ത ആൾക്കാർ കാണും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ ഈ വർക്കൗട്ടിൽ കൂടുക. ഞാനപ്പം കൃത്യമായിട്ട് എത്ര സമയം ചെയ്യുന്നോ അത്ര സമയം, ഞാനൊരു 25 മിനിറ്റാണ് ഉദ്ദേശിക്കുന്നത്. ആ 25 മിനിറ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക. നിങ്ങൾ വീണ്ടും ഈ വീഡിയോ കണ്ട് അതിനോടൊപ്പം നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഫുൾ ബോഡി വർക്കൗട്ടാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നതിന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ റൂമിനകത്ത് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാം. അപ്പം നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം നിങ്ങളുടെ 2 കൈകളും ഇതേപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഇതേപോലെ 1 2 3. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബോഡി എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. നിങ്ങളുടെ ബോഡി പോസ്ചർ കൃത്യമായിരിക്കണം. ഓക്കെ, 5 6 7 8 9. ഇതേപോലെ നിങ്ങൾ ഒരു 25 പ്രാവശ്യമെങ്കിലും ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ 10 തൊട്ട് 15 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. നിങ്ങൾക്ക് വിശ്രമിക്കാം. വീണ്ടും നമുക്ക് അതിനുശേഷം അടുത്ത വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതേപോലെ ആംസ് റൊട്ടേഷൻ എന്ന് പറയുന്ന വർക്കൗട്ടാണ്. നിങ്ങളുടെ 2 കൈകളും ഇതേപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഷോൾഡർ മസിലിനെ ബലപ്പെടുത്താനൊക്കെ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. നിങ്ങളുടെ ബാക്ക് മസിലിനെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് നിങ്ങളൊരു 25 പ്രാവശ്യമെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. വളരെ കൺട്രോൾ ചെയ്ത്, ഒരുപാട് ഫാസ്റ്റായിട്ട് കൈകൾ മൂവ് ചെയ്യിപ്പിക്കരുത്. ഓക്കെ, ഷോൾഡർ ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെ കൺട്രോൾ ചെയ്താൽ മതിയാവും. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട്. മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം. മൂന്നാമത്തെ വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഇതേപോലെ കൈവച്ച് നിങ്ങളുടെ ഒരു കാല് ബാക്കിലോട്ട് കൊണ്ടുപോവുക. അതിനുശേഷം ഇതേപോലെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇങ്ങനെ കിക്ക് ചെയ്യാം. 3 4 5 6 7 8 9 10. ഇത് നിങ്ങളുടെ ആ ഒരു വയറ് ഭാഗത്തെ മസിൽസിനൊക്കെ വളരെ നല്ലതാണ്. അതിനൊക്കെ തന്നെ നിങ്ങളുടെ കാലുകളെ ആക്ടിവേഷൻ ചെയ്യിപ്പിക്കാനും ഒരു നല്ല വ്യായാമമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു 15 പ്രാവശ്യം ഇതേപോലെ ചെയ്യാം ഒരു കാലിൽ. അതിനുശേഷം നിങ്ങൾക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാം. 10 സെക്കൻഡ് റെസ്റ്റ് ചെയ്യാം. വീണ്ടും നമുക്ക് അടുത്ത കാലിൽ ഈ വർക്കൗട്ട് തുടങ്ങാം. ഓക്കെ, 1 2 3. നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ മറിഞ്ഞു വീഴാതിരിക്കുക. നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാലൻസ് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈസി വർക്കൗട്ടുകളാണ്. ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ട കാര്യങ്ങളില്ല. അതേ കണക്ക് തന്നെ ജമ്പിങ്ങുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വ്യായാമത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. ഇതേപോലെ നിങ്ങൾ ചെയ്യുക. ഓരോ കാലിലും 15 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത വർക്കൗട്ടിലോട്ട് പോകും. അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. 2. വീണ്ടും കുനിയുക. അതിനുശേഷം നിങ്ങളുടെ കൈകൾ കൊണ്ട് പതുക്കെ കുത്തി ഫ്രണ്ടിലോട്ട് വരിക. ഇതേപോലെ കണ്ടില്ലേ.
2 നൈസ് 3. ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന വഴി നിങ്ങളുടെ ബോഡി ഫ്ലെക്സിബിലിറ്റി, ബോഡി മൊബിലിറ്റിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അതേ കണക്ക് തന്നെ നിങ്ങളുടെ ഫുൾ ബോഡിക്കും നല്ല ഒരു വ്യായാമമാണിത്. ഇതേ കണക്ക് തന്നെ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 5. നിങ്ങൾ 15 പ്രാവശ്യമാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ഫുൾ ബോഡിയും എൻഗേജ്ഡ് ആക്കുന്ന വർക്കൗട്ടാണ്. നിങ്ങളുടെ കോർ മസിൽ, അതിനൊക്കെ നിങ്ങളുടെ ചെസ്റ്റ് മസിൽ, നിങ്ങളുടെ ഷോൾഡർ മസിൽ, കാലുകൾ, ഇതെല്ലാം എൻഗേജ്ഡ് ആക്കുന്ന ഒരു വ്യായാമമാണ്. അതിനൊക്കെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ബോഡി ഫ്ലെക്സിബിലിറ്റിയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണ്. 15 പ്രാവശ്യമെങ്കിലും മാക്സിമം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ തുടക്കക്കാർക്ക് 15 പ്രാവശ്യം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും നിങ്ങൾ മാക്സിമം ഒരു 10 പ്രാവശ്യമെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ പതുക്കെ ഇമ്പ്രൂവ് ആയിക്കോളും. അപ്പം വർക്കൗട്ടിനിടയ്ക്ക് നിങ്ങൾക്ക് വെള്ളം കുടിക്കുന്നുണ്ടോ, മറ്റുള്ള നമുക്ക് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടെന്നും യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം കുടിക്കാവുന്നതാണ്. കാരണം ഇത്രയും വർക്കൗട്ടുകൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ വിയർക്കും. ഓക്കെ, നമ്മുടെ ഫാറ്റ് ബേണിങ്ങിനൊക്കെ സഹായിക്കുന്ന വ്യായാമം കൂടിയാണ്. നല്ല ഒരു ബോഡി ഷേപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട്. അതിനുശേഷം നിങ്ങൾ 15 സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ കൈകൾ ഉയർത്തി സ്ട്രെയിറ്റായിട്ട് നിന്നതിന് ശേഷം ഇതേപോലെ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. കാലുകൾ ഉയർത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കൈകൾ താഴോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ ഒരു കാലിൽ ഒരു 15 പ്രാവശ്യം വെച്ചാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നിങ്ങളുടെ കാലുകൾക്കും അതിനൊക്കെ തന്നെ കോർ മസിലിനും നല്ല ഒരു വർക്കൗട്ടാണ്. അതിലുപരിയായിട്ട് നിങ്ങളുടെ ഷോൾഡർ മസിൽ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന വ്യായാമമാണ്. കമോൺ. അപ്പോൾ ഞാൻ ഈ വർക്കൗട്ടുകൾ ചെയ്ത് മുഴുവനായിട്ട് തന്നെ കാണിച്ചു തരികയാണ്. കാരണം നിങ്ങൾക്കിത് കണ്ടുകൊണ്ട് വീട്ടിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, വീഡിയോ ഒരുപാട് ഞാൻ ലെങ്ത് ആക്കാതിരിക്കാൻ വേണ്ടി ഞാൻ 3-4 വർക്കൗട്ടുകൾ കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഒരു 18 മിനിറ്റോളം ഈ വീഡിയോ വരത്തുള്ളൂ. കാരണം ഒരു 3-4 വർക്കൗട്ടുകൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം എല്ലാം കൂടെ നിങ്ങൾ ചെയ്യേണ്ട എന്ന് കരുതിയിട്ടാണ്. തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ചെയ്ത് വെറുതെ ഒരുപാട് ഇൻറ്റൻസിറ്റി കൂട്ടണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ കുറേ വർക്കൗട്ടുകൾ കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പം ഒരു കാലിൽ നിങ്ങൾ ഇത് കണക്ക് ചെയ്തതിന് ശേഷം ഒരു 15 സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത കാലിൽ ഈ വ്യായാമം സ്റ്റാർട്ട് ചെയ്യാം. മാക്സിമം കാല് ഉയർത്തി നമ്മുടെ ആ ഒരു വയറിൻ്റെ മുകളിലോട്ട് കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, മാക്സിമം കോർ മസിലിനെ എൻഗേജ് ആക്കുക. ഇതേപോലെ കൺട്രോൾ ചെയ്ത് സാവധാനത്തിൽ ചെയ്യുക. വീണ്ടും 10 തൊട്ട് 15 സെക്കൻഡ് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം, വെള്ളം കുടിക്കാം. അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രൈറ്റായിട്ട് നിന്ന് 2 കാലുകളും ഇതേപോലെ വൈഡ് ചെയ്ത് നിൽക്കുക. അതിനുശേഷം ഇതേപോലെ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. അപ്പം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുട്ട് ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വർക്കൗട്ട് നിങ്ങളുടെ കാലുകൾക്കും അതിനൊക്കെ നിങ്ങളുടെ ഗ്ലൂട്ട് മസിലിനും നിങ്ങളുടെ ബാക്ക് മസിൽ, ഷോൾഡർ മസിലിനും എല്ലാം എൻഗേജഡ് ആക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. ഫുൾ ബോഡി വർക്കൗട്ടാണിതും. ഓക്കെ, അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഇത് നിങ്ങൾ ഒരു 20 തൊട്ട് 25 പ്രാവശ്യമാണ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഒരു കൈ 2 കൈകളും ഇതേപോലെ പോകുന്ന സമയത്താണ് നിങ്ങളുടെ ഒരു നമ്പർ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ഇതേപോലെ അടുത്ത കൈ പോകുമ്പോൾ 1 2. ഓക്കെ, ഇതേ കണക്കാണ് നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ടത്. നല്ല ഒരു എക്സസൈസാണ്. വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയ വ്യായാമങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ബിഗിനേഴ്സിനെ, ലേഡീസിനെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അതിനുശേഷം 15 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം. കാലുകൾ ഇതേപോലെ വൈഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ഈ രീതിയിൽ സ്ക്വാട്ട് ചെയ്യുക. ഓക്കെ, ഇത്രമാത്രം നിങ്ങൾ താന്നാൽ മതിയാവും. ഒരുപാട് താഴോട്ട് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പം ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുക. 25 പ്രാവശ്യമെങ്കിലും മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഗ്ലൂട്ട് മസിലിന്, നിങ്ങളുടെ ലോവർ ബോഡിക്ക് ഫുള്ളായിട്ട് ആരോഗ്യം തരുന്ന ഒരു നല്ല വ്യായാമമാണിത്.
അപ്പോൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബോഡി പോസ്ചർ, നിങ്ങളുടെ ആ ബോഡി നട്ടലൊക്കെ നിവർന്ന് തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകണക്ക് തന്നെ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ താഴോട്ട് ഇരിക്കുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, 25 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാം. 25 പ്രാവശ്യം ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ 15 തൊട്ട് 20 പ്രാവശ്യമെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീണ്ടും 15 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം. അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ 2 കാലുകളും വൈഡ് ചെയ്ത് വെക്കുക. ഞാൻ ഈ നിൽക്കുന്ന കണക്ക്. ഓക്കെ, ഇതേപോലെ. അതിനുശേഷം നിങ്ങളുടെ കൈകൾ തലയിൽ ഹോൾഡ് ചെയ്യുക, ഇതേപോലെ നിൽക്കുക. ഓക്കെ, അതിനുശേഷം തലയിൽ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ നിങ്ങൾക്ക് സൈഡിലോട്ട്, വശങ്ങളിലോട്ട് ക്രഞ്ചസ് ചെയ്യാം, ഇതേപോലെ. ഈ ഒരു വർക്കൗട്ടിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നിങ്ങളുടെ കാലുകളുടെ സ്ട്രെങ്ത് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കും. അതിലുപരിയായിട്ട് നിങ്ങളുടെ ഒബ്ലിക്സ്, വയറിൻ്റെ ഒരു സൈഡ് വശത്തെ ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു നല്ല വർക്കൗട്ട് കൂടിയാണ്. ഓക്കെ, ഈ ഒരു വർക്കൗട്ട് തുടക്കക്കാർക്ക് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. കാരണം കാല് ഈ ഒരു പൊസിഷനിൽ വെച്ച് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗ്ലൂട്ട് മസിലൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. നിങ്ങളുടെ ലോവർ ബാക്കിന് നല്ല ഒരു വ്യായാമമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കൗണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ 1 കണ്ടില്ലേ, 2 വശത്തോട്ടും നമ്മൾ ട്വിസ്റ്റ് ആവുന്ന സമയത്ത് ഒരു നമ്പർ കംപ്ലീറ്റ് ആവും. ഓക്കെ, അങ്ങനെ നിങ്ങൾ 15 പ്രാവശ്യമെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീണ്ടും റെസ്റ്റ് എടുക്കുക. 15 സെക്കൻഡ് റെസ്റ്റിന് ശേഷം നമുക്ക് അടുത്ത വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ നിവർന്ന് നിന്നിട്ട് ഇതേപോലെ വശങ്ങളിലോട്ട് കൈ ഉയർത്തുക. ഇതേപോലെ ഞാൻ ഈ ഉയർത്തുന്ന കണക്ക് വശങ്ങളിലോട്ട് തിരിഞ്ഞ് നിങ്ങളുടെ കൈകൾ മുകളിലോട്ട് ഉയർത്താം. ഇത് നിങ്ങളുടെ ആ ഒരു ബോഡി ഫ്ലെക്സിബിലിറ്റി, നിങ്ങളുടെ ബോഡി ബാലൻസൊക്കെ നല്ല രീതിയിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. അതിലുപരിയായിട്ട് നിങ്ങളുടെ ലോവർ ബാക്കിന് സ്ട്രെങ്ത് തരാൻ സഹായിക്കുന്ന ഒരു നല്ല എക്സസൈസ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ കൗണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലോട്ടും നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് 1. ഓക്കെ, അങ്ങനെ കൗണ്ട് ചെയ്യണം. ഇതേപോലെ ഒരു സൈഡിലോട്ട് വീണ്ടും തിരിഞ്ഞ് നെക്സ്റ്റ് സൈഡിലോട്ട്, അപ്പം ഒരു നമ്പർ. അങ്ങനെ നിങ്ങൾ 20 തൊട്ട് 25 പ്രാവശ്യമെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കാലുകളും നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. ഓക്കെ, നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ, ഹാംസ്ട്രിങ് മസിൽ, കാഫ് മസിലൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. അപ്പം നമ്പർ കൗണ്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകണക്ക് തന്നെ നിങ്ങൾ ആ ഒരു 20 തൊട്ട് 25 റെപ്സ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 റെപ്സെങ്കിലും തുടക്കത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. 15 സെക്കൻഡ് റെസ്റ്റിന് ശേഷം നിങ്ങൾ കാലുകൾ ഇതേപോലെ, നിങ്ങളുടെ കാൽമുട്ടുകൾ ഇതേക്ക് കുത്തി നിങ്ങൾക്ക് ഫ്ലോറിലിരിക്കാം. നിങ്ങളൊരു മാറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങളുടെ കാലുകൾ ഉയർത്തുന്നതിനോടൊപ്പം തന്നെ ഇതേപോലെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഭാഗത്തെ കൈയും ഇതേപോലെ ഉയർത്തുക. കണ്ടില്ലേ, ഇതേ കണക്ക്. ഇത് നല്ല ഒരു എക്സസൈസാണ് നിങ്ങളുടെ ഗ്ലൂട്ട് മസിലിന്. ഇത് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ, നിങ്ങളുടെ ലോവർ ബാക്ക്, അതിനൊക്കെ നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽ, ഈ 3 ഭാഗത്തിനും നല്ല ഒരു പ്രയോജനം തരുന്ന ഒരു നല്ല വ്യായാമമാണ്. അതിലുപരിയായിട്ട് നിങ്ങളുടെ ഷോൾഡർ മസിൽ, ഇതേ കണക്ക് നമ്മൾ കൈകളും കൂടെ അതേ കണക്ക് ഉയർത്തുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഇന്നർ ഷോൾഡറിനും നല്ല ഒരു എക്സസൈസാണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ഒരു 20 റെപ്സെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൗണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സൈഡ്, അതിനുശേഷം അടുത്ത സൈഡ്, ഇപ്പോഴാണ് ഒരു നമ്പർ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, അങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടത്. 20 റെപ്സ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ മാക്സിമം 15എങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ നിങ്ങളുടെ ബോഡി പോസ്ചർ, നിങ്ങളുടെ ആ ഒരു ബോഡിയുടെ പോസ്ചറൊക്കെ കൃത്യമാക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് കൂടിയാണ്. ഓക്കെ, നമുക്ക് ഈ മുതുകിനൊക്കെ വളവ് ഒക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് നല്ല ഒരു വ്യായാമമാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് 15 സെക്കൻഡ് റെസ്റ്റിന് ശേഷം അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അടുത്ത വർക്കൗട്ട് ലഞ്ചസ് ആണ്. ഇതേപോലെ ലഞ്ചസ് ചെയ്യാം. നിങ്ങൾക്ക് ലഞ്ചസ് ചെയ്യുന്ന സമയത്ത് ബോഡി പോസ്ചർ കൃത്യമായിരിക്കണം. ഓക്കെ, നട്ടെല്ല് നിവർന്ന് തന്നെ ഇരുന്ന് ഈ വർക്കൗട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് വളരെ ബാലൻസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും മറിഞ്ഞൊന്നും വീഴരുത്. ഓക്കെ, ഇതേപോലെ കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. ഇത് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോവർ ബോഡിയാണ്. ഓക്കെ, നിങ്ങളുടെ ഹാംസ്ട്രിങ്, ഗ്ലൂട്ട്സ്, അതിനൊക്കെ നിങ്ങളുടെ കാഫ് മസിൽ, തൈ മസിലിനൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും ഗുണം ചെയ്യുന്നത്. അതിലുപരിയായിട്ട് നിങ്ങളുടെ ലോവർ ബാക്കിന് നല്ല ഒരു എക്സസൈസാണിത്. ഓക്കെ, ഈ എക്സസൈസ് നിങ്ങൾ പരമാവധി ഒരു കാലിൽ നിങ്ങൾ ഒരു 12 റെപ്സെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒരു കാലിൽ 12 റെപ്സെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ തന്നെ ചെയ്യാം.
ഈ കാണിച്ചു തരുന്ന വ്യായാമങ്ങളെല്ലാം തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള എക്സസൈസുകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബോഡി ഫാറ്റൊക്കെ കുറയ്ക്കാൻ സഹായിക്കാൻ വളരെ ഉപകാരപ്പെടുന്ന വ്യായാമങ്ങളാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് 3-4 വർക്കൗട്ടുകൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിന് ശേഷം നമുക്കൊരു കുറച്ച് സ്ട്രെച്ചിങ് ആവശ്യമാണ്. കാരണം നമ്മൾ ഇത്രയും വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്ട്രെച്ചിങ് ആവശ്യമാണ്. സ്ട്രെച്ചിങ് ചെയ്യാനായിട്ട് നിങ്ങൾ മാറ്റിൽ അല്ലെങ്കിൽ ഫ്ലോറിൽ ഇതേ കണക്ക് കിടന്നതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഒരു 15 സെക്കൻഡ് നിങ്ങൾക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ തല മുകളിലോട്ട് നേരെ ദൃഷ്ടി മുകളിലോട്ടായിരിക്കണം. ഇത് നമ്മുടെ ലോവർ ബാക്കിന് നല്ല സ്ട്രെങ്ത് തരാൻ സഹായിക്കുന്ന ഒരു നല്ല സ്ട്രെച്ചിങ് ആണ്. നിങ്ങൾക്ക് 2 പ്രാവശ്യം ഇതേപോലെ ചെയ്യാം. ഒരു 15 സെക്കൻഡെങ്കിലും ഇതേപോലെ ഹോൾഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നടുവേദനയൊക്കെ ഉള്ളവർക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു വ്യായാമമാണിത്. ഓക്കെ, ഒരു സ്ട്രെച്ചിങ് ആണ്. അപ്പം അതിനുശേഷം നിങ്ങൾ അതേ പൊസിഷനിൽ തന്നെ ആ മുട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഇതേ കണക്ക് കൈകൾ നിവർത്തി ഇങ്ങനെ നിങ്ങൾക്ക് ഇരിക്കാം. ഒരു 15 തൊട്ട് 20 സെക്കൻഡ് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഹോൾഡ് ചെയ്യാം. നിങ്ങളുടെ ആ ഒരു അപ്പർ ബാക്ക് ഭാഗത്തിനൊക്കെ നല്ല സ്ട്രെച്ചിങ് തരുന്ന ഒരു എക്സസൈസാണ്, ഒരു സ്ട്രെച്ചിങ് ആണിത്. ഓക്കെ, ഒരു സ്ട്രെച്ചിങ് മൂവ്മെൻറ്റ്സ് ആണിത്. വീണ്ടും നമുക്ക് അടുത്ത സ്ട്രെച്ചിങ്ങിലോട്ട് പോകാം. അടുത്ത സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതേ കണക്ക് കിടക്കാം. ഫ്ലോറിൽ കിടന്നതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ഇതേ കണക്ക് ചേർത്ത് വെച്ച് വശങ്ങളിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഇതേ കണക്ക് ഒരു 15 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. നിങ്ങളുടെ ലോവർ ബാക്കിന് വളരെ പ്രയോജനം തരുന്ന ഒരു സ്ട്രെച്ചിങ് ആണിത്. 15 സെക്കൻഡ് മാക്സിമം നിങ്ങൾ ഹോൾഡ് ചെയ്യുക ഇതേപോലെ തന്നെ. അതിനുശേഷം അടുത്ത സൈഡിലോട്ടും ഇതേ കണക്ക് തന്നെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. ഹോൾഡ് ചെയ്യാം 15 സെക്കൻഡ്. നല്ല ലോവർ ബാക്കിന് വളരെ പ്രയോജനം തരുന്ന ഒരു സ്ട്രെച്ചിങ് ആണിത്. ഓക്കെ, നിങ്ങളുടെ ഹിപ്പിനൊക്കെ വേദനയുള്ള ആൾക്കാർക്കൊക്കെ വളരെ പ്രയോജനം തരും ഈ ഒരു സ്ട്രെച്ചിങ്. അപ്പം അടുത്ത സൈഡിലും ഇതേപോലെ ഒരു 15 സെക്കൻഡ് സ്ട്രെച്ച് ചെയ്ത് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ 2 കൈകൾ കൊണ്ട് നിങ്ങളുടെ ആ ഒരു കാലിനെ ഇതേ കണക്ക് പിടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വയറിൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുവന്ന് ഇതേപോലെ ഹോൾഡ് ചെയ്യാം. നിങ്ങളുടെ കാലുകൾക്കും അതേ കണക്ക് തന്നെ നിങ്ങളുടെ ഒരു ഗ്ലൂട്ട്സിനൊക്കെ നല്ല സ്ട്രെച്ചിങ് തരും. ഓക്കെ, അപ്പം ഇതേ കണക്ക് ഒരു 15 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് വീഡിയോ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.